ലംബോദരശ്യാമളമംബുജാക്ഷം ധനുദ്ധരം വീരജടാകലാപം പാർശ്വദ്വയേ ലക്ഷ്മണമൈഥിലീഭ്യാം നിഷേവ്യമാണം പ്രണമാമി രാമം. ശ്രീരാമചന്ദ്രപ്രഭു. അങ്ങനെ നമ്മുടെ ശ്രീരാമചന്ദ്രനും ലക്ഷ്മി സമാനയായ സീതാദേവിയും ശേഷാംശജാതനായ ലക്ഷ്മണനും കൂടി വനത്തിലേക്ക് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗംഗ കടന്നിട്ട് നമ്മുടെ ഗുഹന്റെ നിഷാദ രാജ്യത്തെത്തിയത്. നിഷാദ രാജാവായ ഗുഹന്റെ സ്ഥലത്തെത്തി. അപ്പൊ ഇങ്ങനെ അദ്ദേഹം ഈ ഒരു ശ്രീരാമചന്ദ്രന്റെ നല്ലൊരു സുഹൃത്താണ് ഗുഹൻ. അപ്പം വീട്ടിലേക്കെല്ലാം ക്ഷണിക്കുന്നുണ്ട്. അപ്പം അതൊന്നും ഞാൻ ഈ 14 വർഷം അതൊന്നും പറ്റൂല സുഹൃത്തേ, നീ തന്നെ ഞാൻ തന്നെ നീ വീട്ടിൽ പോയി താമസിക്കുക എന്നെല്ലാം കൂടെ പറഞ്ഞ് ശ്രീരാമചന്ദ്രനോടൊന്ന് പറഞ്ഞയക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പൊ ഈ കടത്തം കാണുമ്പം സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ പുല്ലും പച്ചിലൊക്കെ പറിച്ച് നല്ല പുഴുവും ഒന്നും ഇല്ലാതെ എല്ലാം വൃത്തിയാക്കി നല്ല ഭംഗിയിൽ കിടക്ക ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടുപേർക്കും കൂടി. അവരതിൽ കിടക്കം ലക്ഷ്മണകുമാരൻ ഇങ്ങനെ ഒരു കാലം മരത്തിന് ചവിട്ടി ഒറ്റക്കാലിൽ തപസ്സുന്നത് മാതിരി നിൽക്കുകയാണ്. രാത്രി അതാണ് പതിവ്. അപ്പോൾ ഗുഹൻ ആദ്യത്തെ ദിവസം ഗുഹനും ഉണ്ടാവില്ല. ഗുഹൻ കരഞ്ഞ് പറയുകയാണ്, എങ്ങനെയിപ്പോൾ ഇങ്ങനെ ഒരു ഗതി വന്നത്, ഏതാണ് ആ അമ്മ എന്നെല്ലാം കൂടെ പറഞ്ഞിട്ട് കെ രാജകുമാരി എന്നെല്ലാം പറഞ്ഞ് ഒരുപാട് ചീത്ത വിളിക്കുന്നുണ്ട്. നേരം ഓരോന്ന് പറയുമ്പോൾ ലക്ഷ്മണൻ ഇങ്ങനെ ശിരസിങ്ങനെ കുനിച്ചു സങ്കടഭാവത്തിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു ധൈര്യം സമാഹരിച്ചുകൊണ്ട് പറഞ്ഞു ആര്യ ലക്ഷ്മണൻ, നിഷാദ നേതാവേ, ഒരാൾക്ക് സുഖമുണ്ടാവുന്നത് മറ്റൊരാൾ വഴിക്കല്ല, ദുഃഖമുണ്ടാവുന്നത് മന്യൻ മൂലമല്ല. അയാൾക്കൊരിക്കലും ഭാഗ്യമോ നിർഭാഗ്യമോ അന്യർ വഴി ഉണ്ടാകുകയില്ല. ഏട്ടൻ്റെ വായിൽ നിന്ന് വീണ് കിട്ടിയ തിരുമുത്താന്ന് ഇതൊക്കെ. അതിപ്പോൾ ഇവിടെ വിളമ്പലായി. മറ്റൊരാൾ വഴി ഒരാൾക്ക് യഥാർത്ഥത്തിൽ സന്തുഷ്ടനോ ദുഃഖിതനോ ആയിരിക്കാൻ കഴിയുകയില്ല. പൂർവ്വജന്മങ്ങളിൽ ഒരുവൻ ചെയ്തിരുന്ന കർമ്മങ്ങളുടെ ഫലമായി അല്ലെങ്കിൽ പരമമായ ഇച്ഛയുടെയോ അങ്ങനെ എന്തെങ്കിലും തീരുമാനത്തിൻ്റെയോ പ്രേരണ മൂലമാണ് ഇങ്ങനെ സുഖവും ദുഃഖവും ഒക്കെ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു. ഒരു രാജാവ് ഞാൻ യാചകനാണെന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടാവും. അതുപോലെ ഒരു യാചകൻ ഞാൻ രാജാവാണ് എന്ന് സ്വപ്നം കണ്ടിട്ടുണ്ടാവും. അതൊക്കെ നടക്കുമോ? ഇല്ലല്ലോ. ഉണരുമ്പം ഇതൊക്കെ ഒന്നുമില്ല, യഥാർത്ഥമല്ല, പെട്ടെന്നൊരു നിമിഷം കൊണ്ടുണ്ടാവുന്നതാണെന്നും ഒരു മനസ്സിലാക്കണം. അതുപോലെ തന്നെ യഥാർത്ഥവും സ്വപ്നവുമാണ് ഈ ലോകം. ഇത് മിഥ്യയാണ്. രാമനെ സ്ഥിതിയിൽ കണ്ടതുകൊണ്ട് നിങ്ങൾ ദുഃഖിക്കുന്നു, അത് ശരി. എന്നാലോ രാമൻ ദുഃഖത്തിനും സുഖത്തിനും അദ്ദേഹത്തിന് ദുഃഖവും ഇല്ല സുഖവും ഇല്ല, എല്ലാം തുല്യ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. കഴിഞ്ഞ ജന്മങ്ങളുടെ കർമ്മങ്ങളുടെ ഫലമായി സമാർജിച്ച നന്മയോ അതുപോലെ ദൗർഭാഗ്യമുള്ളവർ രാമനെ നോക്കുമ്പോൾ രാമൻ സന്തുഷ്ടനും ദുഃഖിതനുമായി കാണപ്പെടും. അത് പറയുന്ന രാമനിലെ സുഖവും ദുഃഖവും എല്ലാം നിങ്ങളുടെ മാനസികാവസ്ഥയുടെ പ്രതിഫലനം മാത്രമാണ്. നിങ്ങൾക്ക് തോന്നിപ്പം രാമൻ ദുഃഖിതനാണെന്ന്, പക്ഷെ രാമന് ദുഃഖവുമില്ല സുഖവുമില്ല. ഇത് കേട്ട സമയത്ത് കുറച്ച് ശാന്തത വന്നു അദ്ദേഹത്തിന്. അല്പം മുമ്പ് കൈകയുടെ നേരെ ഉണ്ടായിരുന്ന അമർഷം അദ്ദേഹം ഉപേക്ഷിച്ചു. ഞാൻ എന്തിന് അങ്ങനെ പറയുന്നു എന്നുള്ളൊരു ഭാവത്തിലേക്ക് വന്നു. അങ്ങനെ എല്ലാവരും ഒരു യാത്രാക്ഷണം കൊണ്ട് അങ്ങനെ കിടന്നുറങ്ങുകയാണ് കൂടെ വന്നവരൊക്കെ. അന്നേരം ഭഗവാൻ തോന്നി അദ്ദേഹത്തിൻ്റെ ഇവരൊക്കെ ഇങ്ങനെ കിടന്നിപ്പോൾ ഉറങ്ങിയെന്ന് ഞാൻ കൊണ്ട് തന്നെ നാളെ രാജധാനിയിലേക്ക് പോകാമെന്നല്ലേ വ്യാമോഹം കൊണ്ട്. അതുകൊണ്ട് ഇവർ ഉണരുന്നതിന് മുമ്പേ ഇടുന്ന സ്ഥലം വിടണം. ഇപ്പം വിചാരിക്കുന്നു, നേരം പുലർന്ന് ഉറങ്ങി കിടക്കുന്ന സ്ഥലത്ത് ഒരാൾ കാവൽ നിൽക്കുമ്പോൾ മറ്റേയാളെ പ്രഭാത സ്നാനമെല്ലാം കഴിഞ്ഞ് മടങ്ങി വന്നു. അങ്ങനെ രാമൻ അവയവങ്ങൾ ഇളക്കി കണ്ണുകൾ തുടച്ചു എഴുന്നേറ്റിട്ട് 4 പാടും നോക്കി. അദ്ദേഹം സീതയെ ഉണർത്തി. ഇരുവരും ഗംഗാതീരത്തേക്ക് പോയി സ്നാനവും പ്രഭാത കർമ്മങ്ങൾ അനുഷ്ഠിച്ചു. പിന്നെ അവർ ഗുഹനും ലക്ഷ്മണനും ഉള്ളിടത്തേക്ക് വന്നു. രാമൻ അത്തിവൃക്ഷത്തിൻ്റെ കുറെ പാല് കൊണ്ടുവരാൻ ലക്ഷ്മണനോട് പറഞ്ഞു. ലക്ഷ്മണൻ മുറുമുറുപ്പൊന്നുമില്ലാതെ ക്ഷണം സ്ഥലം വിട്ടു അടുത്ത കാട്ടിൽ കടന്ന് അധികം താമസിയാതൊരു ഇലക്കുമ്പിൽ നിറയെ ആ വൃക്ഷനീർ പാല് ആലിൻ്റെ പാലി കൊണ്ടുവന്നു. രാമൻ ആ നീരെടുത്ത മുടിയിൽ പുരട്ടി. അതിൻ്റെ ഫലമായി തപസ്സുകൾക്ക് സാധാരണ കാണാറുള്ളത് പോലെ രാമൻ്റെ കേശം അന്യോന്യം പറ്റിച്ചേർന്ന് ഇടപിടിച്ചു കിടന്നു. അപ്പം ഇനി ശിരസിലോട്ട് നീരിറങ്ങുകയും ചെയ്യില്ല. ഇതിങ്ങനെ പശ പൊട്ടിച്ച് വെച്ച പോലെ ആയില്ലേ.
ഈ പ്രവൃത്തി കൂടെ കണ്ടപ്പോൾ സുമന്ത്രക്ക് കരച്ചിലടക്കാനേ കഴിഞ്ഞില്ല. രത്നഖചിതമായ കിരീടം ധരിക്കേണ്ട ആ ശിരസ്സാണ് ജടാഭാരം വഹിക്കുന്നത്. അത് കണ്ട സമയത്ത് എന്തൊക്കെയോ പറഞ്ഞു അറിയിക്കാനാവാത്തത്ര സങ്കടം അദ്ദേഹത്തിന് ഉണ്ടായിന്ന് പറയുന്നു. എനിക്ക് അങ്ങയോടൊപ്പം കാട്ടിലിരിക്കാൻ ഇനി കഴിയുകയില്ല, അത് തീരെ അസാധ്യമായി തീർന്നിരിക്കുന്നു. അങ്ങയുടെ സാന്നിധ്യത്തിലുള്ള എൻ്റെ ജീവിതം വിധി വെട്ടിച്ചിരിക്കുകയായി ആണ് അദ്ദേഹം തന്നെ പറയുന്ന സുമന്ത്രര്. അങ്ങനെ പറഞ്ഞു, ശ്രീരാമചന്ദ്രനോട് തന്നെ പറഞ്ഞു. കരയുമ്പോൾ രാമൻ പറഞ്ഞു, ദുഃഖിക്കരുത്, ചക്രവർത്തിയുടെ കൽപ്പന അനുഷ്ഠിക്കുകയാണ് നിങ്ങളുടെ ധർമ്മം. എൻ്റേതും അത് തന്നെ. അദ്ദേഹം എന്നോട് പറഞ്ഞു കാട്ടിൽ പോകണം, ഞാനത് അങ്ങോട്ട് വന്നിട്ട് നിങ്ങളോട് പറഞ്ഞു കൊണ്ട് വിട്ടിട്ട് ഇങ്ങോട്ട് വരുമെന്ന്, അതുകൊണ്ട് നിങ്ങൾ പോകണം. അന്നേരം അതാണ് നമ്മൾ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. താമസിക്കാതെ അയോധ്യയിലേക്ക് മടങ്ങിക്കോളൂ. എൻ്റെ മാതാപിതാക്കന്മാർ നിശ്ചയമായ ഉത്കണ്ഠയോടുകൂടി നിങ്ങളുടെ പ്രത്യാഗമനം കാത്തിരിക്കുന്നുണ്ടാവും. നിങ്ങളുടെ ഇതുവരെയുള്ള യാത്രയെ സംബന്ധിച്ച വിവരണം നിങ്ങൾ ഇന്നും കേൾക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടാവും. അതുകൊണ്ട് രഥവും കൊണ്ട് ക്ഷണം തിരിച്ചു പോയിക്കൊള്ളൂ എന്ന് പറഞ്ഞു. താൻ മടങ്ങിപ്പോകേണ്ട സ്ഥലത്തെ സംബന്ധിച്ചൊരു ചിത്രീകരണം സുമന്ത്രർ സ്വയം നടത്തി. അദ്ദേഹം വിനയപൂർവ്വം അഭ്യർത്ഥിച്ചു, ഓ രാമചന്ദ്ര, അയോധ്യ അനാഥയായ ഒരു നഗരി ആവാതിരിക്കട്ടെ. അങ്ങയുടെ സാന്നിധ്യത്തിൽ ചക്രവർത്തിക്ക് പ്രവർത്തനൈക്യം പ്രയാസമായിരിക്കും. ആവൂല, ചക്രവർത്തിക്ക് അങ്ങില്ലാതെ ഭരണം സുഗമമായി കൊണ്ടുപോകാൻ പറ്റില്ല. ഭരതനാണെങ്കിൽ ഭരണം നടത്താൻ അസാധ്യവുമായിരിക്കും. ദുഃഖഭാരം താങ്ങാനാവാത്ത സുമന്ത്രർ രാമന്റെ കാൽക്കൽ വീണു. രാമൻ അദ്ദേഹത്തെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. എന്നിട്ട് ചുമലിൽ പിടിച്ചുകൊണ്ട് സമാശ്വസിപ്പിക്കുകയാണ്. സുമന്ത്രരെ, സത്യത്തെക്കാൾ ഉയർന്ന ധർമ്മം വേറെയില്ല. വേദങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ ഇവയെല്ലാം സ്ഥാപിക്കുന്നു, ഇത് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ഈ പരമതത്വമായ ധർമ്മത്തെ അനുസരിക്കുന്ന ജോലിയാണ് എനിക്ക് തന്നിട്ടുള്ളത്. ഇത് എത്ര മഹത്തരാണെന്ന് നിങ്ങൾക്കറിയില്ല, അതെനിക്കേ അറിയുള്ളൂ. അതുകൊണ്ട് അച്ഛന് യാതൊരു തരത്തിലുള്ള അസ്വസ്ഥത ആക്കാതിരിക്കണം. പോകൂ, അയോധ്യയിലേക്ക് പോകൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഗുഹനും അനുയായികളും രാമന്റെ വാക്കുകൾ എല്ലാവരും കേട്ടു. അവരുടെ ഫലം അവരിൽ പ്രകടമായിരുന്നു. അതറിയാതെ അവർ കരയാനും കണ്ണുനീർ പൊഴിക്കാനും തുടങ്ങി. ലക്ഷ്മണന് ഈ കഠിന വേദന സഹിക്കാൻ കഴിഞ്ഞില്ല. ഈ ദുരന്തത്തിന് കാരണക്കാരായവരുടെ നേരെ അദ്ദേഹം അമർഷവും പൗരുഷമല്ല കലർന്ന ചില വാക്കുകൾ ഉച്ചരിച്ചു. എന്നാൽ രാമൻ ലക്ഷ്മണന്റെ പ്രകൃതം മനസ്സിലാക്കി അത് ഉടനെ തടഞ്ഞു. അനന്തരം അദ്ദേഹം മന്ത്രി സുമന്ത്രരുടെ നേരെ തിരിഞ്ഞു. എന്നിട്ട് പറഞ്ഞു, സുമന്ത്രരെ, ലക്ഷ്മണൻ കേവലം കൗമാരദശ വിടാത്ത ആളാണ്. ഒരു ദിവസത്തെ മൂപ്പില്ല ആളാണ് പറയുന്നത്. പിറ്റേ ദിവസം ജനിച്ച കുട്ടീന കൗമാരത്ര, ഞാൻ വലിയ ആളായിരുന്നു. അവന്റെ വാക്കുകൾക്ക് പ്രാധാന്യം കൽപ്പിക്കരുത്. എന്തോ കുട്ടികളുടെ ജൽപ്പനായിട്ട് കണക്കാക്കിയാൽ മതി. സീത അനുഭവിക്കുന്ന യാതനകളും അവന് വല്ലാതെ അസ്വസ്ഥനാക്കിയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടാണ് അവന്റെ മനസ്സിങ്ങനെ ദുഃഖപൂർണമായത്. തന്നെ വനത്തിലേക്ക് നാട് കടത്തിയവരെ സംബന്ധിച്ച് അവനുള്ള തെറ്റിദ്ധാരണ മൂലമാണ് അവൻ അത്തരം വാക്കുകൾ ഉപയോഗിച്ചത്. പ്രകൃത്യാ ലക്ഷ്മണൻ വളരെ വിശിഷ്ട ഗുണമുള്ളവനാണ്. അനന്തരം രാമൻ തന്റെ ഭ്രാതാവിന്റെ ഗുണങ്ങളെ വർണ്ണിക്കാൻ തുടങ്ങി. സുമന്ത്രർ തലയുയർത്തി രാമനോട് സീതയെപ്പറ്റി ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. അപേക്ഷ, പ്രഭു, ജാനകി ഇളം പ്രായക്കാരിയും മൃദുല സ്വഭാവമുള്ളവളുമാണ്. അവർക്ക് വനജീവിതത്തിന്റെ കഷ്ടപ്പാടുകളെ ചെറുത്ത് നിൽക്കാൻ കഴിയുകയില്ല. അവരോട് നഗരത്തിലേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ആവശ്യമാണ്. സീതാദേവിയോട് എൻ്റെ കൂടെ നഗരത്തിലെ കൊട്ടാരത്തിലേക്ക് തന്നെ വരാനങ്ങ് പറയണമെന്നാണ് പറയുന്നത്. സ്വന്തം വീട്ടിലാണെങ്കിൽ കൊട്ടാരത്തിലാണ്, അവിടെ താമസിക്കട്ടെ. അങ്ങനെ അങ്ങയുടെ കൊട്ടാരത്തിൽ നമ്മുടെ അയോധ്യയിലാണെങ്കിൽ അവിടെ താമസിക്കട്ടെ സീതാദേവി എന്ന് പറയൂന്ന് പറഞ്ഞു. ഇതേപോലെ പറയാൻ ചക്രവർത്തി പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് പറയുന്നതെന്നും പറഞ്ഞു. സുമന്ത്രർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ രാമൻ സീതയുടെ ശ്രദ്ധ മന്ത്രിയുടെ ആഗ്രഹത്തിനും അപേക്ഷക്കും നേരെ തിരിച്ചുവിടാൻ എന്ന വണ്ണം സീതയോട് ചില അടയാളങ്ങൾ കാണിച്ചത് പറയുന്നത് കേൾക്കുന്നില്ല, ഇങ്ങനെ കൈകൊണ്ടൊക്കെ. സുമന്ത്രർ അവസാനിപ്പിച്ചപ്പോൾ രാമൻ സീതയോട് പറഞ്ഞു, സീതേ, നീ അച്ഛൻ്റെ സന്ദേശം ശ്രദ്ധിച്ചില്ലേ? കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോകൂ. എൻ്റെ അച്ഛനും അമ്മയും എൻ്റെ വേർപാട് കൊണ്ട് അനുഭവിക്കുന്നുണ്ട് വല്ലാത്ത പ്രാണവേദന. കുറച്ചെങ്കിലും നിന്നെ കണ്ടിട്ട് അവർ മറക്കട്ടെ സീതേ, അതുകൊണ്ട് പോകൂ. നീ മടങ്ങിപ്പോകേണ്ട ഒഴിച്ചുകൂടാത്ത ആവശ്യമാണെന്ന് പറഞ്ഞു. ഒരുപാട് വാദപ്രതിവാദം പറഞ്ഞ പോലെല്ലാം നടന്നു അവിടെ. അപ്പൊ സീത പറയുന്നു, പ്രഭു, അങ്ങെല്ലാം അറിയുന്നതാണ്. മനുഷ്യ സമുദായത്തിലെ ഓരോ വിഭാഗത്തിനും നിർദ്ദേശിക്കപ്പെട്ട മാതൃകാപരമായ ധാർമ്മിക വൃത്തി അങ്ങേക്ക് അറിയാത്തതുമല്ല.
അതൊക്കെ എന്തെങ്കിലും ആയിക്കോട്ടെ. ചന്ദ്രനിൽ സൂര്യരശ്മികൾക്ക് അസ്തിത്വമുണ്ടോ? സൂര്യനിൽ നിന്നും അകന്നിട്ട് ഇല്ല. ചന്ദ്രനിൽ നിന്നും അകപ്പെട്ട നിലയിൽ ചന്ദ്രികയ്ക്ക് നിലനിൽപ്പുണ്ടോ? ഇല്ലല്ലോ. അതുപോലെ തന്നെയാണ് ഈ സീതയാകുന്ന നിഴലിനെ രാമചന്ദ്രനെ വിട്ടുകൊണ്ട് നിൽക്കാൻ സാധ്യമല്ല. ചെറിയ കുട്ടിയാണെങ്കിലും പറയുന്ന വാക്കുകളൊക്കെ വളരെ വളരെ ഉയർന്ന നിലയിലുള്ള ആള് പറയുന്നത് പോലെയാണ്. അനന്തരം അവർ സുമന്ത്രയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, സുമന്ത്രരെ, അങ്ങന്റെ പിതാവിനെ പോലെയും ഭർത്തൃപിതാവിനെ പോലെയും എനിക്ക് ആദരണീയനാണ്. അങ്ങന്റെ ഗുണകാംക്ഷിയും ആണ്, അതും എനിക്കറിയാം. സദയം ഇത് പരിഗണിക്കൂ. ഞാൻ എൻ്റെ നാഥന്റെ പാതാരവിന്ദങ്ങളല്ലാതെ മറ്റു യാതൊരു അഭയസ്ഥാനവും അന്വേഷിക്കുകയില്ല. കുടുംബത്തിലേക്ക് കൊണ്ടുവരപ്പെട്ട ഒരു പുത്രവധുവും കുടുംബത്തിൽ പിറന്ന പുത്രനേക്കാൾ കൂടുതൽ അടുത്തവളല്ലെന്ന് ലോകർക്കെല്ലാം അറിയാം. ആർക്കും അതറിയായില്ല. പുത്രനേക്കാൾ കൂടുതൽ പുത്രന്റെ വിരഹം കൊണ്ടുള്ള പ്രാണവേദന പുത്രഭാര്യ തിരിച്ചെത്തിയാൽ അവർ മറന്നേക്കുമെന്ന പ്രസ്താവനക്ക് യാതൊരു അടിസ്ഥാനവും ഇല്ല സുമന്ത്രരെ. എൻ്റെ അച്ഛൻ്റെ രാജധാനിയിൽ ധനത്തെയും സുഖങ്ങളെയും സംബന്ധിച്ചാണെങ്കിലോ മതിയാവോളം ഞാൻ കുട്ടിക്കാലത്ത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കവ തൃണസമം ശുഷ്കവും വില കുറഞ്ഞതുമാണ്. വെറും ഉണങ്ങിയ പുല്ല് പോലെയാണ് എനിക്കത്. അതുകൊണ്ട് എൻ്റെ ഭർത്താവ്, എൻ്റെ സ്വാമി എങ്ങോട്ട് പോകുന്നു ആ ഭാഗത്തേക്ക് തന്നെ ഞാനും പോകുന്നതാണ്. അതുകൊണ്ട് എന്നെ തെറ്റിദ്ധരിക്കാതെ സദയം എൻ്റെ വാക്ക് സമ്മതിച്ച് എന്നെ അയോധ്യയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമം ഉപേക്ഷിക്കൂ. അത് മറന്നു കളയും. ഞാൻ പോവില്ല. എൻ്റെ പ്രണാമങ്ങൾ മാതാപിതാക്കളെ അറിയിക്കുക. ഞങ്ങളെപ്പറ്റി യാതൊരു കണ്ടക്കം കാരണമില്ലെന്ന് അവർക്ക് ഉറപ്പ് കൊടുക്കുകയും ചെയ്യുക. സീത സന്തുഷ്ടയാണ്. മിഥിലയിലോ അയോധ്യയിലോ അവൾ ഉണ്ടായിരുന്ന കാലത്തുള്ളതിനേക്കാൾ അനേകായിരം മടങ്ങധികം സന്തുഷ്ടയാണെന്ന് അവരോട് പറയുക. ഞാൻ മഹാവീരനും യോദ്ധാക്കളിൽ അത്യുത്തമനും എൻ്റെ നാഥന്റെയും അദ്ദേഹത്തിന്റെ അനുജനായ ലക്ഷ്മണന്റെയും ഒന്നിച്ചാണുള്ളത്. ഭയമോ ഉത്കണ്ഠയോ മാനസിക ക്ഷോഭമോ അസ്വസ്ഥതപ്പെടുത്താതെ നാട്ടിൽ സന്തോഷത്തോടും സുഖത്തോടും കൂടി കഴിയുകയാണ്. യാത്ര കൊണ്ട് എനിക്ക് യാതൊരു ക്ഷീണവും ഉണ്ടായിരുന്നിട്ടില്ലെന്നും അവരോട് പറയുക. ഞാൻ വളരെ സന്തുഷ്ടയാണെന്നും ഈ നാടുകടത്തൽ ശിക്ഷ ഒരു ഭാഗ്യമായി ഞാൻ കരുതുന്നെന്നും അവരോട് പറയുക. അങ്ങനെ സുമന്ത്രയോട് പറഞ്ഞയക്കുകയാണ് സീതാദേവി. ഈ വാക്കുകൾ കേട്ട സമയത്ത് സീതയുടെ മുഖത്ത് നോക്കാൻ സാധിക്കാത്തതും സുമന്ത്രർ അവിടെ നേരെയുള്ള സ്നേഹത്താലും ദുഃഖത്താലും ആകുലനായി. അത്രയും ഹൃദയസ്പൃക്കായ വാക്കുകൾ കൂടുതൽ ശ്രദ്ധിക്കാനായില്ല സുമന്ത്രയ്ക്ക്. സംസാരിക്കാൻ ഒരു വാക്കും കിട്ടുന്നില്ല. അങ്ങനെയൊക്കെ ആയിട്ട് അദ്ദേഹം ആയിപ്പോയല്ലോ അയോധ്യ എന്നുള്ളൊരു സങ്കടം കൊണ്ട് പരിതപിക്കുകയാണ് സുമന്ത്രര്. പിന്നെയും പറയുന്നു, അങ്ങനെയാണെങ്കിൽ രാമ, ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, അതെങ്ങനെ ചെയ്യുമോ? അതെങ്കിലും എൻ്റെ വാക്കങ്ങ് സ്വീകരിക്കുമോന്ന് ചോദിച്ചു. എന്താന്ന് പറഞ്ഞു, എന്നെയും കൂടി വനത്തിൽ കഴിയാൻ 14 സംവത്സരം അങ്ങയുടെ കൂടെ വനത്തിൽ കഴിയാൻ എന്നെയും കൂടി സമ്മതിക്കുമോന്ന് ചോദിച്ചു. അന്നേരം പറയാണ് ശ്രീരാമേന്ദ്രൻ, സുമന്ത്രരെ, നിങ്ങൾ നിയമത്തിലും ധാർമ്മിക കാര്യത്തിലും വിദഗ്ധനാണല്ലോ. നിങ്ങൾ എൻ്റെ മന്ത്രിയല്ല, ദശരഥ ചക്രവർത്തിയുടെ മന്ത്രിയാണ്. അദ്ദേഹമാണ് നിങ്ങൾ തിരിച്ചു ചെല്ലണമെന്ന് കൽപ്പിച്ചത്, ഞാനല്ല. നിങ്ങളിവിടെ സ്ഥിരമായി കഴിയാൻ എനിക്ക് എങ്ങനെ അനുവദിക്കാനാകും? അല്ലെങ്കിൽ തന്നെ ഈ പ്രത്യേക ഘട്ടത്തിൽ നിങ്ങൾ ചക്രവർത്തിയിൽ നിന്ന് അകന്നിരിക്കുന്നത് ഉചിതമാണോ? അതല്ല. നിങ്ങൾ ചക്രവർത്തിക്ക് വലങ്കൈ പോലെയാണ്. താങ്കൾ സ്വന്തം ആനന്ദത്തിന് വേണ്ടി ശ്രമിക്കരുത്. പോകൂ. വേഗത്തിൽ പോയാൽ നിങ്ങൾക്കും എനിക്കും എൻ്റെ മാതാപിതാക്കൾക്കും ആശ്വാസവും വിശ്വാസവും പ്രദാനം ചെയ്യാൻ കഴിയും. അതുകൊണ്ട് എത്രയും വേഗം പോകൂന്ന് പറഞ്ഞു. അപ്പം ഒരുപാട് വാദപ്രതിവാദങ്ങൾ ഇങ്ങനെ നടത്തുന്നുണ്ട് രണ്ടുപേരും കൂടി. അങ്ങനെ അദ്ദേഹത്തിനൊന്നും പോകാനേ ഇഷ്ടമില്ല. അപ്പൊ 2 കൈയും കൂട്ടിപ്പിടിച്ചു രാമൻ രഥത്തിന്റെ അടുത്തേക്ക് നടന്നു പോകാനും അതിൽ കയറി ഇരിക്കാനും സഹായിച്ചു. അയോധ്യയിലേക്ക് മടങ്ങിപ്പോകാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സുമന്ത്രരോടും തേർക്കുതിരകളോടും രാമൻ മധുരമായി സംസാരിച്ചു. വളരെ വളരെ മധുരമായി ഈ കുതിരകളോടും ഈ സുമന്ത്രരോടും പറയുകയാണ്. തിരികെ തേരോടിച്ചു, അല്ലെങ്കിൽ നിവർത്തിയില്ലല്ലോ അദ്ദേഹത്തിന്. കുതിരകൾക്ക് തിരിച്ചു പോകാൻ ഇഷ്ടേയില്ല. കുതിരകൾ രാമനോടൊന്നിച്ച് നിൽക്കുന്നതിന് ആഗ്രഹിച്ചുകൊണ്ട് രാമൻ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് തന്നെ തിരിഞ്ഞു. ചമ്മട്ടിയുടെ അഗ്രം കൊണ്ട് കുത്തുകയും മറ്റൊന്നിലെ പ്രേരിപ്പിക്കുകയും ചെയ്തിട്ട് ഒറ്റ ലേശം മുമ്പോട്ട് അവർ നീങ്ങുന്നില്ല. പ്രതിഷേധത്തിൽ കരുണാത്മകമായി ഹേഷാരവം പുറപ്പെടുവിച്ചു. ഒരു തരം കുതിരകളുടെ കരച്ചിലിനാണ് ഹേഷാന്ന് പറഞ്ഞു. ഹേഷാരവം, കരയുന്നത്. രാമനിട്ട് നമുക്ക് കാണാൻ കഴുത്ത് മുമ്പോട്ട് നീട്ടുകയാണ്. സുമന്ത്രനും അസഖ്യമായ ദുഃഖം കൊണ്ട് തന്നെ ആ ദുഃഖം കൊണ്ട് പിറകോട്ട് തിരിഞ്ഞു നോക്കിക്കൊണ്ടാണ് ഇരിക്കുന്നത്. കവിൾത്തടത്തിൽ കൂടി ഒഴിയ കണ്ണുനീരിന് തുടച്ചു കളഞ്ഞ്
ദുഃഖം എങ്ങനെ ആൾക്കാരെ കാണിക്കാൻ ഇഷ്ടപ്പെടാത്തതുപോലെ തല താഴ്ത്തി സുമന്ത്രയുടെ സ്ഥിതി കണ്ട ഗുഹന് വല്ലാത്ത ദുഃഖമുണ്ടായി. അദ്ദേഹം ഒരു വൃക്ഷത്തിൽ ചാരി നിന്ന് അതിന്റെ തടിയോട് തലയമർത്തി കരയുകയാണ്. അദ്ദേഹം വൃക്ഷത്തിൽ ഇങ്ങനെ മുഖം പൂഴ്ത്തി വെച്ചിട്ട് കരയുകയാണ്. വൃദ്ധനായ മന്ത്രിയെ തിരിച്ചയച്ച ശേഷം രാമൻ പത്നിയോടും അനുജനോടും കൂടി ഗംഗാതീരത്തിലേക്ക് തിരിച്ചു. മൂകജന്തുക്കൾക്ക് പോലും രാമനിൽ നകന്ന് ജീവിക്കുന്നത് അസാധ്യമായിട്ട് കാണുന്ന സമയത്ത് വളരെ സ്നേഹത്തോടും പ്രതീക്ഷയോടും കൂടി പെറ്റുപോറ്റി വളർത്തിയ അമ്മയും അച്ഛനും ഭക്തിയോടും സ്നേഹത്തോടും കൂടി ആരാധിക്കുന്ന സാമ്രാജ്യത്തിലെ പ്രജകളും അദ്ദേഹത്തിന്റെ വിരഹത്തിൽ അനുഭവിക്കുന്ന കഠിന വേദനയെപ്പറ്റി എന്താ പറയാനാകും? പരമകഷ്ടം തന്നെയല്ലേ. കൗസല്യാരാജ്ഞിയുടെ ഹൃദയഭേദകമായ ശോകം ആർക്കളക്കാൻ കഴിയും? ഇതൊക്കെ ഇങ്ങനെ വിചാരിക്കുകയാണ് ഗുഹൻ. ഇങ്ങനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇതൊക്കെ. അങ്ങനെ ചിന്തിച്ച് ആ ഹൃദയം വല്ലാതെ വരണ്ടുപോയി. ഉടനെ ഗംഗാതടത്തിലേക്ക് വന്ന രാമനെയും സീതയെയും ലക്ഷ്മണനെയും അദ്ദേഹം കണ്ടു. അതിനാൽ അദ്ദേഹം അവരുടെ അടുത്തേക്ക് പെട്ടെന്ന് ചെന്നു. നദി കടക്കണ്ടേ അവർക്ക്. അതുകൊണ്ട് മറുകരയിലുണ്ടായിരുന്ന തോണിക്കാരനോട് തോണി കടവിലേക്ക് കൊണ്ടുവരാൻ വിളിച്ചു പറഞ്ഞു. തന്റെ സ്വാമിയുടെ ശബ്ദം കേട്ട തോണിക്കാരൻ തോണി കുറുകെ തുഴഞ്ഞ നിമിഷങ്ങൾക്കകം രാമൻ നിന്നിരുന്ന സ്ഥലത്തെത്തിക്കുകയും എല്ലാവരും ഓരോരാൾക്ക് തന്റെ സ്വാമിക്ക് അജ്ഞാനവർത്തികളാണ്. ഇപ്പൊ ഗുഹന്റെ ആൾക്കാർ ഗുഹൻ പറയുന്നതിന് അജ്ഞാനവർത്തി, ദശരഥ ചക്രവർത്തിയുടെ അജ്ഞാനവർത്തിയായിട്ടാണ് രാമനും സീതയൊക്കെ പോകുന്നത്. അതുപോലെ സുമന്ത്രനും അങ്ങനെയാണ്. കുറേ വർഷം വനത്തിൽ കഴിച്ചുകൂട്ടുന്നതിനെ പോകുന്ന ദശരഥ ചക്രവർത്തിയുടെ പുത്രനും അയോധ്യയിലെ രാജകുമാരനും അദ്ദേഹത്തിന്റെ പത്നിക്കും സഹോദരനും ഗംഗ കടക്കുന്നത് നിശ്ചിതമായ വിധം തോണി തുടച്ചു വൃത്തിയാക്കാൻ ഗുഹൻ തോണിക്കാരനായ നിഷാദൻ രാമന്റെ നാടുകടത്തലിനെ പറ്റിയുള്ള കഥ സ്വന്തം സഹോദരന്മാരിൽ നിന്നും കേട്ടു ചെന്നു. അതുകൊണ്ട് അവനൊട്ടും സമയം കളയാതെ വന്നു. പക്ഷേ അവനൊരു സംശയം അവശേഷിച്ചിരുന്നു. അതിന് പരിഹാരം വേണ്ടിയിരുന്നു. രാമനൊരു പാറക്കൽ പാദസ്പർശം നടത്തിയപ്പോഴേക്കും പൊടുന്നനെ അതൊരു സ്ത്രീയായി മാറിയ കഥ അവൻ കേട്ടിരുന്നു. അതേ രാമനോ ഇത്, അല്ല മറ്റാരെങ്കിലാണോ? അങ്ങനെ രാമന്റെ കഥ കേട്ടിട്ടുണ്ട്. അതാണ് അവൻ ഗുഹനോട് ചോദിച്ച ചോദ്യം. ഗുഹൻ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട തോണിക്കാരാ, എന്തൊരു ഓർമ്മശക്തിയാണ് നിനക്കുള്ളത്. വളരെ മുമ്പേ നടന്ന ആ സംഭവം നീ ഇപ്പോൾ ഓർമ്മിച്ചത് കൊണ്ട് ഞാൻ സന്തോഷിക്കുന്നു. മാത്രമല്ല നീ അതെന്നെ ഓർമ്മിപ്പിക്കുകയും ചെയ്തല്ലോ. വളരെ വളരെ സന്തോഷം. എന്നിട്ട് രാമന്റെ നേരെ തിരിഞ്ഞ് അമിതമായ ആഹ്ലാദത്തോടുകൂടി പറഞ്ഞു, രാമാ കേൾക്ക്. എന്റെ വർഗത്തിൽപ്പെട്ട തോണിക്കാരൻ അങ്ങയുടെ പ്രതാപത്തെയും പ്രഭാവത്തെയും മനസ്സിൽ നിധി പോലെ സൂക്ഷിച്ചിരിക്കുകയാണ്. ശരിയായി പോകാൻ ശപിക്കപ്പെട്ട ഗൗതമ മഹർഷിയുടെ പത്നി അഹല്യെ അങ്ങ് എങ്ങനെ മോചിപ്പിച്ചു എന്ന് ഇവൻ എന്നെ ഓർമ്മിപ്പിച്ചിരിക്കുന്നു. ആ മഹതിക്കേറ്റ ദാരുണമായ ശാപത്തിന്റെ പേരിൽ എന്റെ പ്രജകൾ വല്ലാതെ ക്ഷോഭിച്ചിരുന്നു. അങ്ങ് അഹല്യക്ക് ശാപമോക്ഷം കൊടുത്തു എന്നറിഞ്ഞപ്പോൾ അവർ അത്യന്തം സന്തുഷ്ടരാവുകയും ചെയ്തു. ഓ, അങ്ങയുടെ ദിവ്യത്വത്തെ സംബന്ധിച്ച് ബോധവാന്മാരാകാൻ കഴിഞ്ഞ എൻ്റെ ആളുകൾ എത്ര ഭാഗ്യശാലികളാണ്. ഗുഹൻ വളരെ ആനന്ദത്തോടുകൂടി തന്റെ തോണിക്കാരന്റെ വിശ്വാസവും ഭക്തിയും വർണ്ണിക്കുകയായിരുന്നു. ഇതിനിടയിൽ രാമൻ എന്ത് ചെയ്തു? തോണിയുടെ അടുത്തേക്ക് പോയി സമീപത്തേക്ക് നീങ്ങി തോണിക്കാരൻ രാമന്റെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് പറഞ്ഞു, രാമചന്ദ്ര, ഇന്ന് എനിക്കുണ്ടായ ഭാഗ്യത്തിന്റെ ഫലമായി എൻ്റെ ജീവിതം സഫലമായി. വളരെ മുമ്പ് കേട്ടിരുന്ന രാമനെ എനിക്കിന്ന് നേരെ കാണാൻ കഴിഞ്ഞല്ലോ. ഇതന്നെ എൻ്റെ ജന്മപുണ്യം. കഴിഞ്ഞ ജന്മങ്ങളിൽ ഞാൻ നേടിയ പുണ്യത്തിന്റെ ഫലമാണ് ഇന്ന് അങ്ങയെയും പത്നിയും അനുജനെയും ഗംഗ കടത്താനുള്ള യോഗം എനിക്ക് ലഭിച്ചത്. ഞാനൊരു അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അങ്ങ് തോണിയിൽ കയറുന്നതിന് മുമ്പായി അങ്ങയുടെ പാദം കഴുകിയ പുണ്യജലം എൻ്റെ തലയിൽ കുടയുന്നതിന് എന്നെ അനുവദിക്കണമേന്ന് പറഞ്ഞു. അപ്പോ തന്റെ ദാസനായ തോണിക്കാരന് ഇത്രയും അഗാധമായ ഭക്തി രാമനോടുണ്ടെന്ന് ഗുഹൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നില്ല. രാമന്റെ മുമ്പാകെ അവൻ എത്രയും വിനയത്തോടു കൂടി സമർപ്പിച്ച അപേക്ഷ കേട്ട സമയത്ത് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. തോണിക്കാരന്റെ പ്രാർത്ഥനയിൽ അദ്ദേഹം അതുപോലെ തന്നെ ആഹ്ലാദിക്കുകയും ചെയ്തു. എനിക്ക് പറയാൻ കഴിയാതെ എന്റെ തോണിക്കാരൻ പറഞ്ഞില്ലേ എന്നാണ്. ഗുഹൻ പറഞ്ഞു, ഞാൻ പറയുന്നത് ശ്രദ്ധിക്കൂ സഹോദര. രാമദേവൻ തോണി കയറിയിരിക്കട്ടെ. അനന്തരം നിനക്കൊരു പാത്രത്തിൽ ഗംഗാജലം എടുത്ത് അവിടുത്തെ പാദങ്ങൾ കഴുകാമല്ലോ. അവിടുന്ന് നദീതീരത്ത് നിൽക്കുമ്പോൾ പാദങ്ങൾ കഴുകുന്നത് മര്യാദയാണ്. അവൻ നിർബന്ധ ബുദ്ധിയും ലാഘവവും കണ്ട അദ്ദേഹം
അവന് മെല്ലെ ചെറുങ്ങനെ സ്നേഹത്തോടെ ശാസിച്ചു. എന്നാൽ തോണിക്കാരൻ വഴങ്ങില്ല. വഴങ്ങുന്ന പരിപാടിയില്ല. അവൻ അഭ്യർത്ഥിച്ചു, പ്രഭോ, അങ്ങേ കളവറ്റ ധനമുണ്ട്. ഞാൻ നിസ്സഹായനായ വിധം ദരിദ്രനാണ്. ആളുകളെ നദി കടത്തി കിട്ടുന്ന കൂലി കൊണ്ട് കുടുംബത്തെ രക്ഷിക്കുന്നതിനായി ഞാൻ കഠിനാധ്വാനം ചെയ്യുകയാണ് പ്രഭോ. അങ്ങേക്കറിയാമല്ലോ, എൻ്റെ ചെറു കുടുംബത്തെ പോറ്റുവാൻ പോലും എനിക്ക് കിട്ടുന്ന ദിവസ വരുമാനം മതിയാവുന്നില്ല. ഈ വരവും നഷ്ടപ്പെട്ടുവല്ലോ, എനിക്കിങ്ങനെ സന്തുഷ്ടനാവാൻ കഴിയും? അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ തെറ്റിദ്ധരിക്കരുതേ. അങ്ങ് തോണിയിൽ കയറുന്നതിന് മുമ്പ് അങ്ങയുടെ പാദം കഴുകാൻ എന്നെ അനുവദിച്ചേ തീരും. എന്തേ? തോണിക്കാരൻ്റെ അസാധാരണമായ അപേക്ഷയിൽ അടങ്ങിയ വികാരം രാമൻ മനസ്സിലാക്കി. അദ്ദേഹം മന്ദഹസിച്ചുകൊണ്ട് സീതയുടെ നേരെ തിരിഞ്ഞു പറഞ്ഞു, ദേവി, ഈ തോണിക്കാരൻ്റെ ഭയം മനസ്സിലാക്കിയോ? ഇതിൻ്റെ എല്ലാം അർത്ഥം എന്താണെന്ന് ഗുഹന് മനസ്സിലായിരുന്നില്ല. രാമൻ മന്ദഹസിച്ചത് എന്തിനാണെന്നും ഗുഹൻ അറിഞ്ഞുകൂടായിരുന്നു. തോണിക്കാരൻ്റെ പെരുമാറ്റം അദ്ദേഹത്തെ അമ്പരിപ്പിച്ചു. ഭഗവാൻ അമ്പരപ്പ് തോന്നിയിട്ടില്ല ശ്രീരാമചന്ദ്രന്. ഗുഹൻ പറഞ്ഞു, തോണിക്കാരാ, നീ എന്താണ് പറയുന്നത്? നിനക്ക് മനസ്സിലാവുന്നില്ല. രാമനെ തോണിയിൽ കയറ്റി കടത്തിവിടുക എന്നിപ്പോഴത്തെ നിന്റെ കർമ്മവും നിന്റെ കുടുംബ രക്ഷയ്ക്ക് ആവശ്യമായ ചെലവും തമ്മിൽ എന്ത് ബന്ധമാണുള്ളത്? പാരമ്പര്യ വഴി സിദ്ധിച്ച ജോലിക്ക് നീ പ്രഭുവിൽ നിന്നും കൂടുതൽ കൂലി ആവശ്യപ്പെടുകയാണോ? അങ്ങനെയാണെങ്കിൽ നീ നിന്റെ അത്യാഗ്രഹം വെളിപ്പെടുത്തുകയാണ്. നിന്റെ കുടുംബം രക്ഷിക്കുന്നതിന് നിന്റെ വരവ് മതിയാവുന്നില്ലെങ്കിൽ ഈ ദേശത്തിന്റെ അധിപൻ എന്ന നിലയിൽ പോരാതെ വരുന്ന തുക നികത്തിത്തരാൻ ഞാൻ തയ്യാറാണല്ലോ. അത് ഈ സ്വാമിയിൽ നിന്ന് നേടാൻ ആഗ്രഹിക്കേണ്ട. നീ ജോലിയെ ശ്രദ്ധിച്ചു തോണി തയ്യാറാക്ക്. ആ മനുഷ്യന്റെ ശാഠ്യം കണ്ട ഗുഹന് ദേഷ്യം വന്നു. തോണിക്കാരൻ ഇങ്ങനെ ബോധിപ്പിച്ചു, രാമന്റെ പാദങ്ങൾക്ക് ദിവ്യശക്തി ഉണ്ടെന്ന് ജനങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ആ പാദങ്ങൾ ഒരു ശിലയിൽ തൊട്ടപ്പോൾ അതൊരു പെണ്ണായി മാറിയെന്ന് അവർ പറയുന്നു. ധാരാളം മരക്കഷ്ണങ്ങൾ കൂട്ടിച്ചേർത്താണ് എൻ്റെ തോണി നിർമ്മിച്ചിരിക്കുന്നത്. രാമന്റെ പാദസ്പർശമേറ്റ് ഓരോ മരക്കഷ്ണവും ഓരോ സ്ത്രീ ആവുകയാണെങ്കിൽ പ്രഭു എല്ലാവരെയും എൻ്റെ രക്ഷയിലാക്കും. കാരണം അവർ ജനിച്ചത് എൻ്റെ തോണി കഷ്ണങ്ങളിൽ നിന്നാണല്ലോ. ഈ ഭാരം എനിക്ക് എങ്ങനെയാണ് പേറാൻ സാധിക്കുക? എന്നാൽ അവിടുന്ന് തോണിയിൽ കയറുന്നതിന് മുമ്പാണ് ആ പാദങ്ങൾ കഴുകുന്നതെങ്കിൽ എനിക്ക് ആ ഭയത്തിൽ നിന്ന് മുക്തനാവാമല്ലോ. അതുകൊണ്ട് തന്നെയാണ്. അത് മാത്രവുമല്ല, പാദം കഴുകിയ ജലം ഞാൻ എൻ്റെ തലയിൽ കുടയുമ്പോൾ എൻ്റെ പാപങ്ങളെല്ലാം നശിക്കുകയും ചെയ്യുമല്ലോ. അതുകൊണ്ട് എൻ്റെ ആഗ്രഹം നിറവേറ്റപ്പെടുന്നതിന് സദയം അനുവദിക്കൂന്ന് പറഞ്ഞു. അപ്പാണ് ഗുഹനെ ഒരു പിടി കിട്ടിയത്. അദ്ദേഹം ആലോചനയിൽപ്പെട്ടുപോയി. പക്ഷേ രാമൻ തോണിക്കാരനെ വിളിച്ചു മന്ദഹാസപ്രകാശിതമായ മുഖത്തോടുകൂടി അവനോട് പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ടവനെ, വരൂ, എൻ്റെ പാദങ്ങൾ കഴുകിക്കോളൂ. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പാദങ്ങൾ തോണിക്കാരൻ്റെ കൈത്തലത്തിൽ വെച്ചു. അവൻ്റെ ആനന്ദത്തിന് അതിരില്ലായിരുന്നു. അവൻ തൃപ്പാദം തൻ്റെ കൈത്തലത്തിൽ വെച്ച് ഗംഗാജലം കൊണ്ട് കാൽവിരലുകൾക്കിടയിലെ ഭാഗം പോലും വിട്ടുകളയാതെ വളരെ ശ്രദ്ധയോടും സ്നേഹത്തോടും കൂടി മുഴുവൻ കഴുകി. എന്ത് വൃത്തികേടുണ്ടോ ഭഗവാന്റെ പാദത്തിന്? അങ്ങനെയല്ല, കഴുകി. അനന്തരം പാദം കഴുകിയ ജലം ദുഷ്ടശക്തികളിൽ നിന്നുള്ള രക്ഷക്കായി തൻ്റെ തലയിലും തോണിയുടെ എല്ലാ ഭാഗങ്ങളിലും തളിച്ചു. തൻ്റെ പദ്ധതി പരിപൂർണമായും വിജയിച്ചതിൽ അവൻ അത്യധികം ആഹ്ലാദിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന് എന്തായിരുന്നു വേണ്ടത്? ഭഗവാന്റെ പാദം ഒന്ന് കഴുകണം. ആ ഒരു അവസരത്തിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. തോണിയിൽ രാമൻ കാലെടുത്ത് വെക്കുമ്പോൾ തോണിക്കാരൻ രാമന്റെ കൈ പിടിച്ച് സഹായിച്ചു. രാമൻ സീതയുടെ കരമുറുകെ പിടിച്ചുകൊണ്ട് ദേവിയെ തോണിയിൽ കയറ്റി. കുറുകെ ഉറപ്പിച്ചിരുന്ന പലകകളിൽ ഒന്നിൽ തൻ്റെ അടുത്തിരിക്കാൻ രാമൻ ലക്ഷ്മണനോട് പറഞ്ഞു. തോണിക്കാരൻ്റെ ഭക്തിയെയും ബാലിശത്വത്തെയും പറ്റി അവർ അന്യോന്യം സംസാരിക്കുകയുണ്ടായി. ജലോപരിയുള്ള തോണിയുടെ ചലനം അവർ ആസ്വദിച്ചു. അവർ പല വിഷയങ്ങളെപ്പറ്റിയും ഗുഹനുമായി സംസാരിച്ചു. യാത്ര ചെയ്യുന്നുവെന്ന ചിന്തയില്ലാതെ അവർ മറുകരയിൽ എത്തിച്ചേരത്തക്കവണ്ണം സമയം അതിവേഗത്തിൽ കടന്നുപോയി. ഇതിപ്പോൾ തോണിയിലുള്ളത് കുറച്ച് ദുഷ്കരമാണ്. തോണി യാത്ര ഒന്നും അവർക്ക് തോന്നിയതേയില്ല. തോണിക്കാരന് കൂലി കൊടുക്കുവാൻ ഒരു കവിടിത്തോട് പോലും കൈവശമില്ലാത്തത് രാമൻ ലജ്ജിതനായ പോലെ നടിച്ചു. സീത തൻ്റെ ആത്മനാഥന്റെ ഹൃദയവികാരം വാസനാശക്തി കൊണ്ട് മനസ്സിലാക്കി. ദേവി എന്ത് ചെയ്തു? വിരലിൽ നിന്നൊരു മോതിരം ഊരിയെടുത്ത് രാമന്റെ കയ്യിൽ വെച്ചു. രാമൻ തോണിക്കാരനെ വിളിച്ചു വരുത്തി പറഞ്ഞു, സ്നേഹിത, ഇതാ നിങ്ങളുടെ കൂലി എടുത്തോളൂ. തോണിക്കാരൻ രാമപാദങ്ങളിൽ വീണ് വികാരവിവശനായി പറഞ്ഞു, ഓ രാമ, ഈ ദിവസം എനിക്ക് ദാനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ ദാനം ലഭിച്ചില്ലേ? എൻ്റെ എല്ലാ പാപങ്ങളും പൂർണ്ണമായി നശിപ്പിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. ഞാൻ ജനന മരണങ്ങളാകുന്ന ഭയങ്കര വിധിയിൽ നിന്നും മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ. പല ജന്മങ്ങളിലായി ഞാൻ അനുഭവിച്ച യാതന
യാതനകൾ സഫലമായിരിക്കുന്നു ഭഗവാനെ. എൻ്റെ ഈശ്വരൻ എന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു. ഈ അനുഗ്രഹം കൊണ്ട് എൻ്റെ പൂർവ്വപിതാക്കന്മാരും സന്തതികളും പോലും പാപവിമുക്തരായി തീർന്നിരിക്കുകയാണ് പ്രഭു. അങ്ങയുടെ അനുഗ്രഹങ്ങൾക്ക് അർഹനാവുക എന്നത് തന്നെ എനിക്ക് ധാരാളമാണ് പ്രഭു. അങ്ങ് തിരിച്ചു പോകുമ്പോൾ ഈ വഴി തന്നെ വന്ന് ഈ സേവനം ഒരിക്കൽ കൂടി ചെയ്യാനുള്ള അവസരം എനിക്ക് ലഭിക്കുമാറാകണേ. അതാണ് ഞാൻ ജീവിതത്തിൽ ഏറ്റവും വില കൽപ്പിക്കുന്ന പ്രതിഫലം എന്ന് ആ തോണിക്കാരൻ ഭഗവാനോട് പറയുകയാണ്. കവിൾത്തടത്തിൽ കൂടി കണ്ണുനീരൊഴുക്കിക്കൊണ്ട് അവൻ രാമന്റെ മുമ്പിൽ ദീർഘദണ്ഡ നമസ്കാരവും ചെയ്തു. രാമൻ അതുപോലെ തന്നെ രാമനെ ലക്ഷ്മണൻ തോണിക്കാരനെ ആശ്വസിപ്പിച്ചു, സന്തോഷിപ്പിച്ചു. അവൻ ഹർഷോന്മാദം അടക്കാൻ ശ്രമിച്ചു. ആ ദാനം സ്വീകരിക്കുവാൻ അവനെ പ്രേരിപ്പിക്കുന്നതിന് പരിശ്രമിച്ചു നോക്കി. പക്ഷേ തോണിക്കാരൻ പറഞ്ഞു, ഈ ചെറിയ അരുവി കടത്തിയതിന് ഞാൻ അങ്ങയിൽ നിന്നും കൂലി സ്വീകരിച്ച എന്നോട് പറയൂ. എൻ്റെ വംശത്തിൽപ്പെട്ട തലമുറകളെയും കോടിക്കണക്കിനുള്ള എൻ്റെ സഹോദരങ്ങളെയും അതിവിസ്തൃതവും മാറ്റത്തിൻ്റെ അതിവേഗതയുള്ളതും എല്ലാ ജീവികളെയും ഉൾക്കൊള്ളുന്നതും അതീവ ഭീകരവുമായ സംസാരസാഗരം കടത്തിവിടുന്നതിന് അവിടുന്ന് കൂലിയായി എത്ര സംഖ്യയാണ് സ്വീകരിക്കുന്നത് പ്രഭു? അന്ന് നമ്മൾ ഒരു കണക്ക് നോക്കി ഒരുപോലെയാണെന്നാ പറയാ. ഞാൻ ഈ തോണി കടത്തുന്നു, അങ്ങ് സംസാരസാഗരം തന്നെ കടത്തുകയല്ലേ ഞങ്ങളെയൊക്കെ. അതുകൊണ്ട് അങ്ങ് ആരോടെങ്കിലും കൂലി വാങ്ങിക്കുന്നുണ്ടോ? അങ്ങനെ എന്നെ ഈ കൂലി വാങ്ങാൻ നിർബന്ധിക്കരുതേ സ്വാമി. ഇനിയും എന്നെ ഒരു ബന്ധങ്ങളിൽ കൊടുക്കരുതേ എന്ന് പറഞ്ഞു. രാമന്റെ ഹൃദയത്തെ സ്പർശിച്ചത്. അവന്റെ മേൽ സമ്മർദ്ദം ചെലുത്തുന്നത് നല്ലതല്ലെന്ന് രാമന് തോന്നി. രാമൻ അവനെ ഏറ്റവും ഉദാരമായി അനുഗ്രഹിച്ചു. പോയിക്കോളൂ എന്ന് പറഞ്ഞു. പോകാൻ അനുവദിച്ചു. രാമനും ലക്ഷ്മണൻ നദീതീരത്തിൽ വസ്ത്രം വിരിച്ച് അതിൽ വില്ലുകളും വസ്ത്രങ്ങളും വെച്ച് കുളിക്കാനിറങ്ങി. അവർ കുളിച്ചു കയറിയ ശേഷം സീതയും പുണ്യനദിയിൽ സ്നാനത്തിനിറങ്ങി. സ്നാനാനന്തരം അവർ ഗംഗയോട് പ്രാർത്ഥിച്ചു. പ്രാണനാഥനോടൊപ്പം സന്തോഷപൂർവ്വം 14 വർഷം കഴിച്ചതിന് ശേഷം ഗംഗേ ഭഗവതി ശംഭൂതൻ മൗലിയിൽ വാഴുന്ന ഗംഗേ, ഞങ്ങൾ പിന്നെ വനവാസവും കഴിഞ്ഞാതരാലിങ് വന്നാൽ എന്തൊക്കെയോ അങ്ങനെയൊക്കെ ഒരു വരികളുണ്ട് രാമായണത്തിൽ. ഞങ്ങൾ മടങ്ങി വരും. അന്ന് നാടുകടത്തൽ ശിക്ഷ അവസാനിച്ചതിൻ്റെ നന്ദിയായി അതിലെ പുണ്യജലം തന്റെ ശിരസിൽ കുടയുമെന്നും അവർ പ്രതിജ്ഞ എടുത്തു. അതിനുശേഷം രാമൻ ഗുഹനടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പ്രിയ സുഹൃത്തേ, താങ്കളുടെ സമയത്തിൽ അധിക ഭാഗവും ഞാൻ എൻ്റെ ആവശ്യത്തിനു വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞു. ഇനി താങ്കൾ സ്വന്തം നഗരത്തിലേക്ക് മടങ്ങിപ്പോകുക. അപ്പോഴിനിയിപ്പം ഗുഹന് ഒരു സങ്കടമൊക്കെ പറയാണ്ട് ഞാൻ കൂടെ വരുന്നു കാട്ടിലേക്കെന്നൊക്കെ. അങ്ങനെ ഗുഹന്റെ പരിവേദനം പറയട്ടെ. രാമന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കട്ടെ. ബാക്കി നമുക്ക് ആ പുണ്യചരിതങ്ങളും ഭഗവാന്റെ കഥകൾ, ആ പുണ്യചരിതങ്ങളും നമുക്ക് നാളെ അനുഗ്രഹം ഉണ്ടെങ്കിൽ പറയാം. ഇന്ന് എല്ലാം ആ പാദങ്ങൾ സമർപ്പിച്ച് മംഗളം ചൊല്ലാം. മംഗളം കോസലേന്ദ്രായ മഹനീയ ഗുണാബ്ധയേ ചക്രവർത്തിതനൂജായ സാർവഭൗമായ മംഗളം വേദവേദാന്തവേദ്യായ മേഘശ്യാമളമൂർത്തയേ പുംസാം മോഹനരൂപായ ശ്ലോകായ മംഗളം.